ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കളർ പീപ്പിൾസ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു സീനറിയാണ് വരയ്ക്കാൻ പോകുന്നത്. ഒരു സാധാരണ നമ്മളെപ്പോഴും വരയ്ക്കാറുള്ള പോലെ തന്നെ ഒരു വീട്, മരം, ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് മലകൾ, ഒരു പുഴ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു മനോഹരമായ സീനറി. അതിൽ കളറിങ് ചെയ്യുന്ന ഒരു മെത്തേഡ് മാത്രമാണ് ഞാൻ നിങ്ങളൊന്ന് പഠിപ്പിക്കുന്നത്. ഓക്കെ, വീട് നമ്മൾ പേഴ്സ്പെക്റ്റീവിൽ വരയ്ക്കുന്നു. ഓല മേഞ്ഞ വീടാണ് കേട്ടോ നമ്മൾ വരയ്ക്കുന്നത്. ഇതിൽ തറ വരയ്ക്കുമ്പോൾ മുകൾ ഭാഗം നമ്മൾ സ്ക്വയറിൽ ഇത് വരച്ചിട്ട് താഴെ വന്ന പുല്ലെല്ലാം ഒന്ന് പൊന്തി നിൽക്കുന്ന രീതിയിൽ സ്ട്രെയിറ്റ് ലൈന് വരയ്ക്കാതെ, കാരണം ഇത് നിലത്തൊരു അല്ലേ, അതൊരു മണ്ണിലാണ് നിൽക്കുന്നത് അല്ലേ തറ. മരം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ലെയർ വൈസ് ആയിട്ട് സ്കെച്ച് ചെയ്യാം. അപ്പോഴാണ് ആ തിക്നെസ്, അതായത് ഇലകളൊക്കെ കൂടി നിൽക്കുന്നതായിട്ടുള്ള ഫീല് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. മരത്തിനും വീടിനും പുറകിലായിട്ട് കുറച്ച് കുറ്റിച്ചെടികൾ. ദൂരെയായിട്ട് 2 തെങ്ങ്, വീട്ടിലേക്കുള്ളൊരു വഴിയുടെ ഒരു സജഷൻ, താഴെ പുല്ല്, ദൂരെ 2 തെങ്ങുകൾ, അതിന് പുറകിലായിട്ട് മലകൾ, വെള്ളത്തിൽ അതിൻ്റെ റിഫ്ലക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് 2 ചെറിയ ലൈൻസ് നമ്മൾ ഇടയും. കളറിങ് നമ്മൾ മുന്നേ പഠിച്ച പോലെ തന്നെ സിംഗിൾ കളർ യൂസ് ചെയ്യുന്നതിന് പകരം ഏതൊരു ഒബ്ജക്റ്റിലും നമ്മളൊരു 3 കളർ മിനിമം യൂസ് ചെയ്യാൻ രീതിയിൽ ട്രൈ ചെയ്യാം. അപ്പോൾ ഇതിനൊരു ഭയങ്കരമായിട്ട് കളറിൻ്റെ ഒരു ഭംഗിയുണ്ടായിരിക്കും. ഇതിൽ യെല്ലോ, ഓറഞ്ച്, ബ്രൗൺ കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്തത്. കാരണം ഒരു ഓലമേഞ്ഞ വീടാണ്. ചുമരിന് നമ്മൾ യെല്ലോ കളർ ആഡ് ചെയ്തു. ഓപ്പോസിറ്റ് വന്നിട്ട് ഡാർക്ക്, കാരണം അവിടെ വെയിൽ തട്ടാത്ത ഭാഗമാണ് ചുമരിൻ്റെ. നമ്മൾ ആദ്യം ചെയ്ത യെല്ലോ ഭാഗത്തു നിന്ന് രണ്ടിനും ഷാഡോ നമ്മൾ ആഡ് ചെയ്തു. ഉൾഭാഗം ഡാർക്ക് ചെയ്തു, വാതിലിനും 2 കളേഴ്സ് മിനിമം ചെയ്തു, തറയ്ക്ക് ചെയ്തു. തറയുടെ ആ ഭാഗത്ത് പോലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡെപ്ത്ത്, വെയിൽ കൊള്ളാത്ത ഷാഡോ ആഡ് ചെയ്യണം. നേരത്തെ തന്നെ നമ്മൾ മുന്നേ പഠിച്ച പോലെ തന്നെ യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, ദെൻ പ്ലസ് ബ്ലൂ. ഏറ്റവും കൂടുതൽ ഡാർക്ക് വേണ്ട ഭാഗത്ത് താഴേക്ക്, അതായത് വെയിലിൻ്റെ അംശമൊന്നും തട്ടാത്ത ഭാഗത്തേക്ക് ഡാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബ്ലൂ കളറും ആഡ് ചെയ്യും. മരത്തിന് വേണ്ടിയിട്ട് യെല്ലോ, ഓറഞ്ച്, ബ്രൗണ്. മുകൾ ഭാഗത്ത് മരത്തിൻ്റെ ഇലകളുടെ ഷാഡോ കാണിക്കാൻ വേണ്ടി ഡാർക്ക്. തൊട്ടുപുറകിലുള്ള ചെടികൾക്ക് യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ. താഴെ ഭാഗത്ത് യെല്ലോ, അതിനുശേഷം മൈതാനം പോലെ കാണിക്കാൻ വേണ്ടിയിട്ട് പച്ചപ്പെല്ലാം നിറഞ്ഞുകൊണ്ട് ലൈറ്റ് ഗ്രീന്. ആ വഴിയുടെ ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് വിട്ടു. വഴിയുടെ ഭാഗത്തേക്ക് നമ്മൾ യെല്ലോ കളർ ആഡ് ചെയ്യണം. നടന്ന് അവിടെ പുല്ലെല്ലാം പോയിട്ടുണ്ടാകും അല്ലേ. അതുപോലെ പുഴയുടെ ആ തീരത്തേക്ക് മണ്ണായിരിക്കും ഉണ്ടായിരിക്കുക. ആ ഭാഗം നമ്മൾ യെല്ലോ, ഓറഞ്ച്, ബ്രൗണ്, വഴിയിലേക്കും ഓറഞ്ച്, ബ്രൗൺ എല്ലാം ആഡ് ചെയ്തു. ഷാഡോ നമ്മൾ ഡാർക്ക് ഗ്രീൻ വെച്ച് ചെയ്തു. പുല്ലിൻ്റെ ചെറുതായിട്ടൊരു സജഷൻസ് ആഡ് ചെയ്തു. വെള്ളത്തിന് ബ്ലൂ കളർ ചെയ്തു. വെള്ളത്തിന് ശരിക്കും കളറില്ല, പക്ഷേ പ്രകൃതിയിൽ നമ്മൾ കാണുന്ന വസ്തുക്കളുടെ ഒരു കളേഴ്സൊക്കെയാണ് നമുക്ക് വെള്ളത്തിൽ നമുക്ക് റിഫ്ലക്ഷനായിട്ട് തോന്നുന്നത്. ആ മരത്തിൻ്റെയും വീടിൻ്റെയൊക്കെ റിഫ്ലക്ഷനും വെള്ളത്തിലേക്ക് നമ്മൾ സജഷൻ കൊടുക്കുന്നു. ദൂരെ ലൈറ്റ് ബ്ലൂവിൽ മലകൾ, അതിനും നമ്മൾ ഷാഡോ ചെയ്യുന്നുണ്ട്. ലൈറ്റ് ബ്ലൂ,
വെളിച്ചം തട്ടാത്ത ഒരു ഭാഗത്തേക്ക് ഡാർക്ക് ചെയ്യുന്നുണ്ട്. തൊട്ട് മുന്നിലുള്ള ഒരു ഭാഗം ഡാർക്ക് ബ്ലൂ, അതിനുശേഷം ഗ്രീന്, ആകാശത്ത് ലൈറ്റ് ബ്ലൂ നമ്മൾ ആഡ് ചെയ്യുന്നു. അതിനുശേഷം ബ്ലാക്ക് കളേഴ്സ് എടുത്തിട്ട് 2 വരകൾ കിളുക. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വർക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ കളറിങ് കോമ്പറ്റീഷനിൽ പോകുമ്പോൾ ഒരു സിംഗിൾ കളറിന് പകരം മൾട്ടിപ്പിൾ കളേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ, അതിൽ ലൈറ്റ് ഷാഡോ എല്ലാം ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും സമ്മാനം എല്ലാം വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ബൈ.